കരൾ പകുത്ത് നൽകിയ സ്നേഹമാണ് നമുക്ക് ചിറവേലച്ചൻ. അത് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞാണ് കരൾ പകുത്ത് നൽകിയ ഒരു സ്നേഹം എന്നുള്ളത്. അങ്ങനെ എന്താണ് ചിറവേലച്ചനെ കുറിച്ച്? എനിക്ക് അച്ഛനെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ഒരുപാട് കാലം മുമ്പ് തന്നെ അച്ഛനുമായുള്ള ഒരു പരിചയം പല വേദികളിലാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. കാരണം പലപ്പോഴും ഈ ഒരു ആതുര രംഗത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ, വൃക്ക രോഗികൾ, അതുപോലെ സാന്ത്വനം തേടുന്നവർ, അവർക്കിടയിൽ അച്ഛൻ വന്നുകൊണ്ട് അവർക്കിടയിൽ സന്തോഷം പരത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെയധികം നർമ്മരസങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വ്യത്യസ്തമായ രീതിയിൽ അവരെ കംഫർട്ടാക്കുന്ന രീതിയിലുള്ള സംസാരം. അപ്പോൾ അന്ന് മുതൽ അച്ഛൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മുഴുവനും ഈ കിഡ്നി രോഗികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ അദ്ദേഹം വരുന്നത് ഈ ഡയാലിസിസ് സെൻറ്റർ യൂണിറ്റിൽ നിന്നാണ്. താങ്കൾ പറഞ്ഞതുപോലെ കരൾ പകച്ചു പറയുമ്പോൾ അദ്ദേഹം സ്വന്തം കിഡ്നി മറ്റൊരാൾക്ക് പകത്ത് നൽകുക എന്നുള്ളത് 2 പ്രാവശ്യം ആലോചിക്കും ഇത് ചെയ്യാൻ വേണം. കാരണം നമുക്ക് ഉള്ളൊരു അനുഗ്രഹമാണ്. പക്ഷേ മറ്റൊരു ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അത് നൽകി ഒരു മാതൃകയായി. അതിൻ്റെ ക്യാമ്പയിന് വേണ്ടി എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ ആകാശത്തിന് സ്കൈ ഡൈവ് ചെയ്തൊക്കെ കാണാൻ ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഈ മേഖലയിൽ, കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന, സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ ഒരു അംബാസഡറായി മാറുകയാണ്. പലരും അംബാസഡറായി മാറുന്നത് കൊമേഴ്ഷ്യൽ എൻറ്റിറ്റിക്ക് വേണ്ടിയും പരസ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇന്ന് സാധാരണക്കാരുടെ ജീവൻ സംരക്ഷണത്തിന് വേണ്ടി അംബാസഡറായി മാറിയ ഒരു വലിയ മനുഷ്യനാണ് ഞങ്ങളുടെ പിതാവിൻ്റെ പേരിൽ ഒരുപാട് ഡയാലിസിസ് സെൻറ്റർ. ഇപ്പോൾ കൊണ്ടോട്ടിയാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഷീനുള്ള, പക്ഷേ 50ഓളം മെഷീനാണ് ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുള്ളത്. 3 ഷിഫ്റ്റിലുള്ള 200 ചെല്ലാം ആളുകൾക്ക് അവിടെ ചികിത്സ നൽകുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ഒരു ചെറിയ പെരുന്നാൾ ദിവസത്തിലാണ്. എന്താണ് ഇന്നത്തെ അങ്ങയുടെ ഒരു റൊട്ടീൻ? എങ്ങനെയാണ്? നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകളൊക്കെ കണ്ടു. ഇത് പതിവാണോ? എന്താണ് ഇന്നത്തെ ഒരു രീതി? അല്ല, ഈ പെരുന്നാൾ ദിവസത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്. കാരണം കുടുംബത്തെ ഏറ്റവും കൂടുതൽ കാണുന്നതും അവരുമായി സൗഹൃദം പങ്കിടുന്നതും സമയം ചെലവഴിക്കുന്നതൊക്കെ പെരുന്നാളിലാണ്. കുടുംബക്കാർക്കും അതുപോലെ നാട്ടുകാർക്കും, അയൽവാസികൾ, കൂടെ പഠിച്ചവർ, ഇവരൊക്കെ ഒന്ന് നമ്മൾ പള്ളിയിൽ നാട്ടിൽ ഒരുമിച്ച് കൂടും. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് വരുന്ന വഴി എല്ലാ വീടുകളും കയറി അവിടുന്ന് സ്വീറ്റ്സ് കഴിച്ച് ഏകദേശം ഒരു 10-30 വീടുകളിൽ നമ്മൾ കയറും. അപ്പോൾ അതൊരു ഗൃഹസന്ദർശനം, പരിചയം പുതുക്കലും സൗഹൃദം പുതുക്കലും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ പറഞ്ഞ്, ഞങ്ങളുടെയൊക്കെ മുൻഗാമികളായിട്ടുള്ള അവരുടെ കാലത്തെ പെരുന്നാളുകൾ പറഞ്ഞ്, ഇപ്പോൾ വാപ്പയുള്ള സമയത്തുള്ള, അപ്പോൾ അതൊക്കെ പെരുന്നാൾ നമുക്ക് എന്നും ഒരു വലിയ സന്തോഷം. കാരണം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം പെരുന്നാളാണ്. കാരണം മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള 2 ആഘോഷങ്ങൾ, ഒന്ന് ചെറിയ പെരുന്നാളും ഒന്ന് വലിയ പെരുന്നാളും. അന്ന് നോമ്പ് നോക്കൽ ഹറാമാണ്. അപ്പോൾ അത്രയും അന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക, എല്ലാവരും സന്തോഷിക്കുക എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം കിട്ടുന്ന സന്തോഷം വേറെ സമയത്തൊന്നും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത്രയും നല്ലൊരു ദിവസമാണ് പെരുന്നാൾ. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് അമ്മയുടെ വീട്ടിലായിരുന്നു പെരുന്നാൾ ആഘോഷിക്കാൻ ഇഷ്ടം. അമ്മയുടെ വീട് കൊയിലാണ്ടി. അപ്പോൾ ഇവിടെയൊക്കെ കുറേ പരിമിതികളുണ്ട്. അതായത് ഒരുപാട് ആളുകൾ പുറത്തു വരും. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾ അന്ന് ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടം ഈ പൂത്തിരിയും ഈ ചെറിയ പടക്കമൊക്കെ പൊട്ടിക്കാൻ. അപ്പോൾ ഞങ്ങൾ കൊയിലാണ്ടിയിലേക്ക് പോകുമ്പോൾ അമ്മാവന്മാർ അവർ കൈ പിടിച്ചിട്ട് നമ്മൾ അങ്ങാടി പോകും. അവിടുന്ന് പടക്കം വാങ്ങും, പൂത്തിരി വാങ്ങും. അതൊക്കെ ചെറിയ രീതിയിൽ ഉമ്മാൻ്റെ വീട്ടിൽ വലിയ കുടുംബമാണ്. അപ്പോൾ ബാഫിക്കത്തങ്ങളെ മകളാണ് ഉമ്മ. അപ്പോൾ അവർക്ക് ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ പേരമക്കളാകുമ്പോൾ ഒരു വലിയ ആ വീട്ടിൽ മുഴുവനും ഒരുപാട് കുട്ടികളുണ്ട്, പ്രായക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഞങ്ങൾക്കത് വലിയ ആഘോഷമാണ്. അപ്പോൾ അന്ന് അവിടെ ബീച്ചിലും അതുപോലെ അവിടുത്തെ കുടുംബങ്ങളിലെ എല്ലാ വീടുകളൊക്കെ സന്ദർശിച്ച് എല്ലായിടത്തുനിന്നും പ്രത്യേകത തരം വിഭവങ്ങൾ കഴിച്ച്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പെരുന്നാൾ. ഈ സൗഹൃദങ്ങളുണ്ടല്ലോ, ഇത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളില് ഈ പിള്ളേരൊക്കെ അടുത്ത് വന്ന് കിട്ടാൻ എളുപ്പമല്ല. പിള്ളേരില്ല, അതാണ് ഏറ്റവും വലിയ അപകടം. നമുക്ക് നല്ല ഈ ലോകത്തിലെ 2 വസ്തുക്കളെ ഏറ്റവും സന്തോഷം വരുന്നത്, ഒന്ന് പൂമ്പാറ്റകൾ, പിന്നെ കുട്ടികളാണ്. ഇന്ന് കുട്ടികളുടെ അടുത്ത് പാരന്റ്സിന് സമയമില്ല. കുട്ടികളുടെ അടുത്ത് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു മെഡിസിനാണ്. അതെല്ലാം ഞങ്ങളുടെ ആണെങ്കിൽ ഇപ്പോൾ നോമ്പ് കാലഘട്ടമാണ്, ഈസ്റ്ററിനുള്ള ഒരുക്കാണ് ഞങ്ങൾ. ഈ കാലഘട്ടത്തിലാണ് ആൾക്കാർ സ്വന്തം ജീവിതത്തെ കുറിച്ചൊക്കെ ആത്മപരിശോധന ചെയ്യുന്ന ആ ദിവസങ്ങളിലല്ലേ? നിങ്ങളുടെ അങ്ങനെ തന്നെയല്ലേ? സ്വയം ജീവിതത്തെ കുറിച്ച് ആത്മപരിശോധന ചെയ്യുമ്പോഴാണ് നമ്മൾ കുറേ നന്മകൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.